എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. ഇതൊരു വാശിയായി എടുത്ത് ഇനി നീ ജീവിച്ചു കാണിക്കണം സേതു. നിന്റെ ജീവിതത്തിന്റെ 2ാം ഭാഗമാണെന്ന് കരുതിയാൽ മതി. ഭയപ്പെടാതെ ഫേസ് ചെയ്യൂ. ഏത് രോഗത്തെയും ഗുണപ്പെടുത്താനുള്ള ശക്തി കാലത്തിനുണ്ട്. എന്താ ആത്മഹത്യ ചെയ്യാൻ പോവാ? ഒരു ചെറിയ കല്ലുരുണ്ട് വന്നപ്പോഴേക്ക് ഇത്രയും പേടിച്ച ആള് എങ്ങനെയാ ഇത്രയും വലിയ താഴ്ചയിലേക്ക് ചാടുന്നത്? ഏതൊരു പ്രശ്നത്തിനും ഇതൊരു പരിഹാരമല്ല. എന്താ അമ്മായിമ്മ പോരാണോ? കല്യാണം കഴിഞ്ഞിട്ടില്ല. പ്രേമനൈരാശ്യമാണോ? പ്രേമിക്കാനും തുടങ്ങിയിട്ടില്ല. പിന്നെ പരീക്ഷയിൽ തോറ്റുപോയി. ഓ അതാണോ? നാണമില്ലേ? അതെ, അതുകൊണ്ടാ. ഇതുവരെ ഞാൻ ഒരിടത്തും തോറ്റിട്ടില്ല. ആത്മഹത്യയിൽ യാതൊരു അർത്ഥവുമില്ല, അതുപോലെ വേറെ മണ്ടത്തരവുമില്ല. നന്നായി അനുഭവിച്ച ഒരാൾ പറയുന്നെന്ന് കരുതിയാൽ മതി. ബാക്കിയൊക്കെ ഇയാളുടെ ഇഷ്ടം. ഹലോ മിസ്റ്റർ, നിങ്ങൾ പോയ ഉടനെ ഞാൻ വീണ്ടും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാലോ? തീർച്ചയായും നീ അത് ചെയ്യില്ല. ഏതോ ഒരു വല്ലാത്ത അവസ്ഥയിൽ തോന്നുന്ന ഭ്രാന്തമായ ചിന്താഗതിയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. നീ ഇപ്പോൾ അത് മറികടന്നു. ഇനി ഒരിക്കലും ചെയ്യില്ല. വീണ്ടും നീ ഇനി ആത്മഹത്യ ചെയ്യുമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ എനിക്കതൊരു പ്രശ്നമേ അല്ല. കാരണം ഇങ്ങനെ നടക്കുന്ന വിഡ്ഢി പെൺകുട്ടികളെ രക്ഷപ്പെടുത്തുന്നതല്ല എൻ്റെ ജോലി. എനിക്ക് വേറെ പണിയുണ്ട്. One, two, three, change. Stop. ഡാൻസ് ചെയ്യുമ്പോൾ മുഴുവൻ ശ്രദ്ധ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. മനസ്സിനെ എവിടെയെങ്കിലും അലയാൻ വിട്ടിട്ട് ശരീരം മാത്രം ഇവിടെ ഇട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് കാര്യമില്ല. കഴിയില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡോണ്ട് സ്പോയിൽ ദ ക്ലാസ്. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് നാളെ വന്നാൽ മതി. പോ പൊസിഷൻ.
സോറി. ഹലോ, ആ. എന്റെ പേര് മാലിനി. നിങ്ങൾ ഇതൊന്ന് വാങ്ങിക്കോ, ഒരു ചെറിയ സമ്മാനോ. എന്തിനാത്? ഓ, ഇയാളുടെ ജീവൻ രക്ഷിച്ചതിന് വേണ്ടിയാണോ? നോ താങ്ക്സ്. എക്സ്ക്യൂസ് മീ. നിങ്ങളോ? ഞാൻ എവിടെ പോയാലും നീ എൻ്റെ പുറകെ നടന്ന് ഫോളോ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങളോട് നന്ദി പറയണം. അതെപ്പോഴാ പറയണ്ടേ? ദേ കുട്ടി, ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചെന്നുള്ള കാര്യമൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ എന്തിനാടാ ഇവളെ രക്ഷിച്ചെന്നുള്ളത് പോലെ എന്നെ തോന്നിപ്പിക്കല്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുള്ള ചിന്തയിലാണ് എൻ്റെ പുറകെ നടക്കുന്നതെങ്കിൽ അതിപ്പം തന്നെ മാറ്റി വെച്ചേക്കട്ടോ. കാരണം നീ വിചാരിക്കുന്ന പോലെ ഞാൻ ഒരു റൊമാൻറ്റിക് ഹീറോ അല്ല മരം ചുറ്റി നടക്കാനായിട്ട്. വെറുതെ സമയം. ഹലോ, ഇപ്പം എൻ്റെ ഫോട്ടോ ആണ് എടുത്തത്. ഞാൻ കല്ലിനെയാ ഫോട്ടോ എടുത്തത്. ദാ കറക്റ്റ്, അത് ചെയ്യാൻ പാടില്ല. ഹോൾഡിൻ. നമസ്കാരം മാഡം. ഹോൾഡിൻ. ബാബു റെഡി, 1 2. സേതു, ഇവളാണ് മാലിനി. ഡാൻസ് പഠിക്കാൻ പുതിയതായിട്ട് വന്നിരിക്കുന്ന കുട്ടിയാണ്. ഒരാഴ്ചയായിട്ട് എന്നെ ശല്യം ചെയ്യായിരുന്നു. നാളെ നല്ലതല്ലായിരുന്നു, ഇന്ന് വരാൻ പറഞ്ഞു. മാസ്റ്ററാണ്. ഓഹോ, ഇവൾക്ക് കുറേശ്ശൊക്കെ ഡാൻസ് അറിയാവുന്നു. മാസ്റ്റർ കുറച്ച് ദേഷ്യം വരും, സൂക്ഷിച്ചു വേണം നടക്കാൻ. ദേഷ്യം വരാതെ ഞാൻ നോക്കിക്കോളാം. ഇനിയെല്ലാം നിന്റെ കയ്യില. ഓക്കെ? ആ ശരി. നീ ഇവിടെ എത്തിയല്ലേ? നന്ദി പറയണം. നന്ദി പറയാനായിട്ട് റെക്കമെൻഡേഷനായിട്ട് വന്നിരിക്കുകയാണോ? അതോടൊപ്പം ഡാൻസും പഠിക്കാമല്ലോ. ഓ, എനിക്ക് ഡാൻസ് കുറേശ്ശെ നന്നായിട്ട് അറിയാം. സ്റ്റാൻഡ് റൈറ്റ്. നിവർന്ന് നിൽക്കണം, കൂനിക്കൂടി നിൽക്കരുത്. അതാണ് ഡാൻസിലെ ഫസ്റ്റ് ലെസൺ. ഇന്ന് ഇത്രയുള്ളോ? ഈ താളത്തില് ചെയ്ത് നോക്കട്ടെ.